അപ്പോൾ ഗൈസ് ഞങ്ങൾ ബ്ലാനി കാസിൽ ബ്ലാനി കാസിൽ അത് പേടിക്കണമെങ്കിൽ കുറച്ച് ബോധവും വിവരവും ബുദ്ധിയൊക്കെ വേണം. അത് നിനക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ ചരിത്ര പ്രസിദ്ധമായ ഒരു കാസിലേക്ക് പോവുകയാണ്. ബ്ലാനി കാസിൽ എന്നാണ് പേര്. അതിന് കുറേ ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയൊക്കെ ഉണ്ട്. എനിവേ ഇന്നത്തെ ഈ വ്ളോഗിലൂടെ ഞാൻ എല്ലാം നിങ്ങളോട് പറയുകയും കാണിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ കുറച്ച് നേരം മുമ്പ് വരെ കുറേ ബസ് ഇവിടെ വെയിറ്റ് ചെയ്തു. എല്ലാ ബസ്സും ഞങ്ങളെ കണ്ടിട്ട് നിർത്താതെ പോവുമായിരുന്നു. ഫൈനലി ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതോ ബസ് വന്ന് അങ്ങനെ വളരെ ഒരു വലിയ പണി കിട്ടിയിട്ട് നിൽക്കും. അപ്പോൾ കാസിലെ മുന്തിരി തോട്ടങ്ങളും മുന്തിരിപ്പാടങ്ങളും എല്ലാം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. സോ പോയി നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അതാണ് നമ്മുടെ ടാക്സി. ഗൈസ് ഞങ്ങൾ ബാർണി കാസിലിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെയാണെങ്കിൽ നമുക്കൊരു കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട്. മെയിൻലി ഇവിടെ അയർലൻഡിൻ്റെ ഗിഫ്റ്റ്സ് ആൻഡ് ജ്വല്ലറീസ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. പിന്നെ ഇത് പെഡസ്ട്രിയൻ വോക്കിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് പോരുന്ന ആൾക്കാരൊക്കെ ഇതിൽ തിരിച്ചു പോരുന്നുണ്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇന്നിച്ചിരി മൂഡി ഡേ ആയിരുന്നു, എന്നിട്ട് പോലും അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ബ്ലാനി കാസിലിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഭയങ്കര ഫ്രഷ് ഫീലിംഗ് കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര കൂളിംഗ് ആണ് ഇവിടെ. നല്ല വെതറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നോക്ക്, ശരിക്കും അവിടെ ഒരു സ്മോൾ റോസസിൻ്റെ ഒരു ഗാർഡൻ ആണ് ബിഹൈൻഡ്. അതൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഗോൾവേ സിറ്റിക്കകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ കോർക്ക് വലിയ സിറ്റിയാണല്ലോ, സിറ്റി ലൈഫാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ വന്നു. പക്ഷേ ഇവിടെ കുറേ കാര്യങ്ങൾ എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പീസ്, അതേപോലെ തന്നെ ഒരു ഫ്രഷ് എയറിൻ്റെ ഒരു ഫീല് നമുക്ക് ശരിക്കും നല്ലപോലെ തന്നെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും അത്രയും ഒരു ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പോലും ഫീൽ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഒടുക്കത്തെ തിരക്കാണ്. ഒരു വലിയ ക്യൂ തന്നെയാണ് അവിടെ ഈ ബ്ലാനി സ്റ്റോൺസ് കിസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പം മേ ബി ഞങ്ങൾ അവിടെ പോയിട്ട് പോസ്റ്റ് അടിച്ച് ഒരു 1 hour നിൽക്കേണ്ടി വരും. ഇവിടുന്ന് ഒരു വഴി എത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകത്തില്ല. അവിടെ ഒരു ഗുഹ പോലെ എന്തോ കാണുന്നുണ്ട്, ഒരു ഹിഡൻ ജെം. സോ എനിവേ അവിടം വരെ ഒന്ന് പോയി എത്തി വിളിഞ്ഞ് നോക്കിയിട്ട് വരാം. ഗൈസ് അപ്പോൾ ഇരുട്ടും കൂടി കണ്ട് ഗുഹ കാണാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ശരിയും പറഞ്ഞു അവിടെ ഒന്നുമില്ല, സത്യാവസ്ഥ അവിടെ ഒന്നുമില്ല എന്നുള്ളതാണ്. ഞാൻ റിവേഴ്സ് പോവാട്ടോ. ഇവിടെ വലിയ കാര്യമായിട്ട് മൈൻഡ് യുവർ ഹെഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിവേ എനിക്കിത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഭയങ്കര ഇരുട്ടാണല്ലോ. ഇവിടെ പാമ്പില്ല ഒറ്റ വിശ്വാസത്തിൽ ഞാൻ ഈ ഗുഹയ്ക്കകത്തോട്ട് കയറി പോവാ. പാമ്പില്ല, ബട്ട് ഐ എം ടു സ്കേറി. എനിക്ക് ഇച്ചിരി ക്ലോസ്ട്രോഫോബിയ ഉണ്ടെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഇതിനകത്ത് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്നത് കൊണ്ട്
വലിയ കുഴപ്പമില്ല. നീ ആദ്യമേ പോ. നിനക്കും പേടിയാണോ? ഓ മൈ ഗോഡ്. നീ എന്താണ് പറയാത്തത്? Follow them. So I will follow. Turn around, Pete, so I can take your photo. I'm fine. How far it goes. Mind your head. That's all right. I've got to worry about that. I was really scared initially, but I'm How far feeling it goes. good now. It's still going. Come out the other side. Yeah, that's his lot. Is this the end? That's the end, yeah. Oh, lovely. So you're not going to get out. Oh my god. Oh, Mind your head. this is all here. You okay? Thank you so much. Me. What's your name? Peter. Pita. Yeah. My name is Chinu. Second. Chinu. Chinu. Yes. What part of the world's that from? I'm from India. All South part of right. India. India. And are you live locally? Not locally to here, no. Family came from here years back, but Okay. Thank you so much for. It's a pleasure. Yeah, I was really scared to get in there. You I okay? think I'm claustrophobic. Thank you so much. Nice meeting you. you right? Mind your Yeah, I'm good. എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. ഇനീഷ്യലി ഭയങ്കര സ്കെയറി ആയിരുന്നു. ഓ ഐ എം സ്പീക്കിംഗ് ഓൺ മൈ ഓൺ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഓക്കെ ആയി. ആരെയും കൂടെ വന്ന് അകത്തോട്ട് കയറി പോകാനൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഞാൻ ഇത്രയും ക്ലോസ്ട്രോഫോബിക് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ റൂമൊക്കെ ചെറുതാകുമ്പം ഭയങ്കര തിങ്സൊക്കെ കുറേ കൂട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇപ്പം ഇതിനകത്ത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് സത്യത്തിൽ കുനിഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെൻ്റെ ഹൈറ്റിലുള്ളൊരു കേവാണ്. എനിവേ ഇതിനകത്ത് കയറിയിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാട്ടോ. നൈസ് എക്സ്പീരിയൻസ്. പേര് മാറി കാരണം ഞാൻ ഭയങ്കര സ്കേർഡായിരുന്നു. ബ്ലൂ പ്രിന്റോ? എന്തിന്റെ ബ്ലൂ പ്രിന്റോ വേണ്ട? ബ്ലൂ പ്രിന്റോ? എടി ഞാൻ ഭയങ്കര സ്കേർഡായിരുന്നു. എക്സാക്ട്ലി സെയിം. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു തുടക്കത്തിൽ കയറിയപ്പോ. അതുമല്ല ആരുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ പേടിയായി. പിന്നെ ഞാൻ കൂടുതലും ഫിയർ ചെയ്തത് ഇവിടെ പാമ്പില്ലാന്നറിയാം, പക്ഷെ ഏറ്റവും കൂടുതൽ ഫിയർ ചെയ്തത് നീ അതറിഞ്ഞില്ലേ? നീ ഇവിടെ വന്നതോടെ അത് മാറി. എന്ത് പാമ്പ് വന്നോ? Oh my god. ചിന്നു പാമ്പ്. Oh, ശാവേ. ഞാൻ ഇപ്പൊ ആ ഒരു പേടി മാറ്റി കിട്ടി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ക്ലോസ്ട്രോഫോബിക് ആയിരുന്നു. പക്ഷെ അതിനകത്ത് കയറിയിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെയാണ്. പാമ്പില്ലാന്നറിയാമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഗുഹ പോലെ പൊത്ത് പോലെയൊക്കെ ഉള്ള സാധനം കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ പുറകിലൊരു വലിയ മതിൽ. ആ മതിലിനകത്ത് നിറച്ച് ചേരപ്പാമ്പായിരുന്നു. എപ്പോൾ നോക്കിയാൽ ആ സാധനം വരും. നാട്ടിലെ കാര്യമാണ്. അപ്പം ഈ ചേരപ്പാമ്പിനെ കാണും, ഞാൻ കൂവും. ഇതൊക്കെ തന്നെയാണ്. ചേരപ്പാമ്പല്ല, പക്ഷെ പാമ്പിനെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. പാമ്പിന്റെ പുറകെത്തിപ്പെട്ടാണ്. എനിവേ ഇപ്പൊ ഫീൽ ഗുഡ്. നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാനായിട്ട്. പച്ചപ്പ് ഹരിതാവും. വാവ്. ഓ മൈ ഗോഡ്. ഇവിടെ തൊട്ടേ ക്യൂ ആണ്. സ്റ്റോൺ കിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കാണുന്നത്. ഇതിന്റെ സ്റ്റോറി പറയുന്നത് നമ്മളൊരു ആഗ്രഹം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എക്സാക്ട്ലി ഈ സ്റ്റോൺ കിസ് ചെയ്യുന്നത് ഇവിടുത്തെ സംസാരിക്കാത്ത ആ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഈ സ്റ്റോൺ കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുക പറയുന്നത്. അതാണ്. ഓ സോറി സോറി. അങ്ങനെയാണ് പറയുന്നത്. ചുമ്മാ ആൾക്കാരൊക്കെ പറയും എന്തോ ഒരു ആഗ്രഹമൊക്കെ മനസ്സിലിട്ട് സ്റ്റോൺ കിസ് ചെയ്ത് കഴിഞ്ഞാൽ ആഗ്രഹമൊക്കെ നടക്കുന്നത്. എക്സാക്ട്ലി ഇതോ ആ കാണുന്നത് കണ്ടോ? ഒരു 2 ബ്ലാക്ക് ഒരു ഇത് വെച്ചിട്ട് ഒരു സ്റ്റോൺ നിർത്തിയേക്കുന്ന ഭാഗം കണ്ടോ? ആ പോർഷനിൽ സൂം ചെയ്യുമ്പോൾ കാണാം. ആ ഇത് പിടിച്ചേ. ഓക്കെ പറ. ഇടി ആ 2 ബ്ലാക്ക് വരയുണ്ടോ? ഇത്
അതിന്റെ മുകളിലൊരു സ്റ്റോൺ വെച്ചിരിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ കിസ് ചെയ്യാൻ പോകുന്ന സ്റ്റോൺ. ഓക്കെ, ഇതാണ് മെയിൻ കാസിൽ, ഗ്ലാർനി കാസിൽ. ആ സ്റ്റോൺ ആണ് നമ്മൾ കിസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം അവിടെ ആരെയും കാണുന്നില്ലല്ലോ കിസിങ്ങും, അപ്പുറത്തെ സൈഡിലോട്ടാണ് കിസ് ചെയ്യുന്നത്. ആ സ്റ്റോണ് നമ്മൾ തിരിഞ്ഞതാ, ഇങ്ങനെ തിരിഞ്ഞു നിന്നാ കിസ് ചെയ്യുന്നത്. അവിടെ ഒരാൾ കാണും, ഒരു ഗൈഡ് ഉണ്ട് അവിടെ, അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചുമ്മാ നമുക്ക് കിസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കുറച്ച് താഴണം പുറകോട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ എക്സാക്ട്ലി ബിഹൈൻഡ് ദ സ്റ്റോറി ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ സ്റ്റോൺ കിസ് ചെയ്യുന്നതിന്റെ ബിഹൈൻഡിലെ കഥ പറയുന്നത്, ഈ സ്റ്റോൺ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംസാരിക്കാത്ത കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ പറയപ്പെടുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഫൈനലി ഞങ്ങൾ വലിയൊരു ക്യൂ നിന്ന് ഏറെക്കുറെ ക്യാസിനകത്തേക്ക് കയറാനായിട്ടുള്ള രീതിയിൽ ഓക്കെ അവിടെ ചെയ്യാനായിട്ട് ആളിരിപ്പുണ്ടല്ലോ. അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അവിടെയാണ് കേട്ടോ ഗൈസ് നമ്മൾ നല്ല കേറാനുണ്ട്. 1 2 3 4 5ാമത്തെ നില. ഇതുണ്ടോ ഈ ലേഡി ഇരിക്കുന്നുണ്ടോ? ഞങ്ങൾ ക്യൂ നിന്ന് ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഷെറിന് ഒരു സീറ്റ് കിട്ടി അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഞങ്ങൾ ഏറെക്കുറെ എന്താണ് ലോങ് വെയിറ്റ് ചെയ്ത് ക്യൂ നിന്ന് ഞങ്ങൾ ഇവിടം വരെ എത്തിപ്പെട്ടേക്കാണ്. കാസിലിനകത്തേക്ക് ജസ്റ്റ് ആ ഒരു എൻട്രൻസ് കയറി ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾക്ക് താഴെ നിൽക്കുന്നവരെ കാണാം, വലിയ ക്യൂ ഒക്കെ ആയിട്ട്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെ, 6 ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. ഇന്ന് ഇങ്ങനെ ഒരു പത്രമാണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ പണ്ട് തീ കായാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമായിട്ടാണ് ഞങ്ങളുടെ ഒരു നിഗമനം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാണേലും ഒരു ഗ്രൗണ്ട് ഫ്ലോർ സെറ്റപ്പാണിത്. പിന്നെ ഇവിടെ ഒരു പണ്ടത്തേതായിട്ടുള്ള ഏതാണ്ടൊക്കെ സാധനങ്ങൾ അവശേഷിച്ച് അവിടെ കാണാം. ഒന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന്. അവിടെ ഒരു കുഞ്ഞ് ഇടനാഴി കാണാം. ഇതൊക്കെ ഇവരിവിടെ കമ്പിവേലിയൊക്കെ കെട്ടി സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. എന്തോ പണ്ടത്തെ എന്തോ സംഭവമാണ്. വർഷങ്ങൾ പഴക്കമുള്ള കൊട്ടാരമാണ് ഈ കാണുന്നത്. 1446 ഒരു കൊട്ടാരമാണ് കാണുന്നത്. ഇത് ആക്ച്വലി ഗ്രൗണ്ട് ഫ്ലോർ ആണ്. സോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയതേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഇവർ നമുക്ക് കയറി പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റെയർകേസ് ആണ്. സോ ബ്ലാനി സ്റ്റോണിലേക്കുള്ള വേയാണ് കാണിക്കുന്നത്. ഇത് ഈ ലോങ് വെയിറ്റിങ്, ലോങ് ക്യൂ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ കല്ലുകളിലെല്ലാം തൊടുമ്പോഴുണ്ടല്ലോ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പ്. ചിലയിടത്തൊക്കെ നമുക്ക് വാട്ടറി ഫീൽ ഉണ്ട് കേട്ടോ. ദെൻ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ഞാനാണെങ്കിൽ ഇവിടെ കൊട്ടാരത്തിനകത്തേക്ക് കയറി. ഫുള്ള് കുഞ്ഞ് ഇടവഴികൾ കേട്ടോ. ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുഞ്ഞ് ഇടവഴിയാണ്. ഇതിനകത്ത് ഇത്രയും വലിയ മനുഷ്യരെങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര വണ്ടറാണ്. നോക്കിക്കേ, ഇതായിരുന്നു കൊട്ടാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഭയങ്കരമായിട്ടും കെയർഫുള്ളി വേണം. ഇതിലെ ഒരു വേ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോയാൽ എന്താണെന്നൊന്നും അറിയത്തില്ല. എനിവേ പൊക്കത്തോട്ട് പോയി കാണിക്കാം. ഞാനിവിടെ നിൽക്കാം. ഷെറിൻ നേരത്തെ തന്നെ എല്ലാം കൽപ്പിച്ച് കുടയൊക്കെ ആയിട്ടാണ് വന്നത്, കുത്തി കയറി പോകാൻ വേണ്ടി. കുറേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഷെറിന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് നോക്കി നടാ എന്ന് വീടിട്ടത്. ഇവിടെ ഒരു കുഞ്ഞ് ഇടനാഴിയുണ്ട്. വേണേ ആ കിളിവാതിലിനകത്തൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇട്ട് വെച്ച കിളിവാതിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു കിളിവാതിലും അമ്മേ ശ്വാസം കൊണ്ടുവന്ന് കയറുന്നില്ല, ഒന്നും പറയാനില്ല, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പണ്ടത്തെ കാലത്ത് ഇവിടെയൊക്കെ ഇവര് മറ്റേ തീപ്പന്തമൊക്കെ കത്തിച്ചൊക്കെ വെച്ചിട്ടായിരിക്കും വെട്ടമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ സ്റ്റെപ്പ് വാച്ച് ചെയ്തില്ലാണെങ്കിൽ താഴെ കിടക്കും. ഇത് കണ്ടത് ഇവിടെ നമുക്ക് പിടിച്ചു കയറാനുള്ള ഒരു കയറിട്ടിട്ടുണ്ട്. സോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇരുന്ന് പോയാ അല്ലെങ്കിൽ കയറി പോകാനായിട്ട് പാടുവെന്ന് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഹൈറ്റ്സിലേക്ക് കയറും തോറും എനിക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ. ഓക്സിജൻ അളവ് എന്നറിയത്തില്ല, അതോ വയസ്സും പ്രായമൊക്കെ ആയില്ലേ ശ്വാസം മുട്ടുന്നതാണെന്ന് അറിയത്തില്ല. ഞാൻ റിവേഴ്സ് ഓർഡറിലാണ് കേട്ടോ കയറുന്നത്. വളരെ Oh my god, surprising. ഏറെക്കുറെ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ഇതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുകയാണ്. കൊള്ളാം. എടിശാറിന് അവിടെ നിൽക്ക്, ഞാനിവിടെ വന്നിട്ട് എന്നെ കടത്തി വിട്, എന്നിട്ട് പോയാ മതി. You are more concerned about falling down. Sharon, look at that. Oh my god. കയറയിലൊക്കെ പിടിച്ച് കയറി വരാം. No, anyway, almost we are there. Reached nearly. Yeah. Come on, guys. Almost reached right there. അപ്പോൾ ഞങ്ങൾ കാസിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇല്ലേ, ഇനിയും കുറച്ചുകൂടെ ഉണ്ടോ? എനിവേ മറ്റേ അകത്തുനിന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കാസലിൻ്റെ ചുറ്റുമുള്ള എല്ലാ വ്യൂസും നമുക്ക് കാണാവുന്നതാണ്. അടിപൊളി വ്യൂ ആട്ടോ. അവിടെ കുറേയൊക്കെ പശുക്കളൊക്കെ മേയുന്ന കാണാം. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ഒക്കെ ഉണ്ട്. സ്റ്റോൺസിൻ്റെ അകത്തേക്ക്. സോ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. അപ്പം നമുക്ക് അങ്ങ് ദൂരെയായിട്ട് ഒരു കൊട്ടാരം കാണാം. ശരിക്കും അത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ വ്യൂസ് എല്ലാം നോക്കുകയാണെങ്കിൽ രസമാണ്. അങ്ങ് ദൂരെ കുറേ പശുക്കളൊക്കെ മേയുന്നുണ്ട്. ഭയങ്കര പച്ചപ്പും ഹരിതാപവുമാണ്. കൊള്ളാം. എറിനവിടെ പേടിച്ചവിടെ നിൽപ്പുണ്ട്. കുടയൊക്കെ കുത്തിയാണ് നിൽക്കുന്നത്. കൈ ഇവിടെ ഒരു സപ്പോർട്ടിന് പിടിച്ചിട്ടുണ്ട്. താഴോട്ട് നോക്കുമ്പോൾ പേടിയാണെന്നാണ് പറയുന്നത്. അത്രമാത്രം പേടിക്കാനുണ്ടോ ഗൈസ്, പറയൂ. അത് പേടിക്കണമെങ്കിൽ കുറച്ച് ബോധവും വിവരവും ബുദ്ധിയൊക്കെ വേണം. അത് നിനക്കില്ല, അതുകൊണ്ടാണ്.
സോ വലിയൊരു ക്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 hour ഒക്കെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും പൊക്കത്തേക്ക് കയറിയത്. പിന്നെ പതുക്കെ ഇങ്ങനെ കയറി വന്നത് കൊണ്ട് ഒത്തിരി ആൾക്കാർ കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്രയും പേടി വന്നില്ല. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് വേണ്ടിയിട്ടാണ്. ഇവിടെ എന്നെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് നേരെ താഴോട്ട് പോകും. ഇവിടെ അങ്ങനെ കയറി നിന്നൊരു വ്യൂ കുറച്ചുകൂടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ സ്മോൾ ആയതുകൊണ്ട് താഴെ വീഴും, എനിക്കിത് കൂടെ പോകാനുള്ളതേ ഉള്ളൂ എന്ന്. സോ ഞാൻ ഇതിന് ബിഹൈൻഡ് ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട്. ആ നേരത്തെ ഷെയറിന് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ക്യാപ്സ് എന്നാണ് പറയുന്നത്. അതിൽ മിണ്ടാൻ പറ്റത്തില്ലാത്തേക്ക് പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തി അത്രയും എഫോർട്ട് എടുത്ത് കിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ നല്ലപോലെ സംസാരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിവേ ഞാൻ അതിൽ കിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഷെറിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എത്രയോ പേര് വന്ന് കിസ് ചെയ്യുന്നതാ. സോ മൊത്തം ജെയിംസ് ആയിരിക്കും. ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമായിരുന്നു പ്ലാനിങ് കാസിൽ എന്ന് പറയുമ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഞാൻ ആദ്യമേ നോക്കിയ ഒരു കാര്യമാണ് ഇവിടെ എന്തൊക്കെയുണ്ട് കാണാനെന്ന്. അപ്പം ഇവിടെ വന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സമ്മർ കഴിഞ്ഞ് റെയിനി സീസൺ തുടങ്ങി. പിന്നെ വിൻ്റർ ആയിരുന്നു. വിൻ്ററിൽ ഞാൻ ആകെ പോക ഫുള്ള് ഡിപ്രഷൻ അടിച്ച് കിടപ്പായിരുന്നു. പിന്നെ ഇപ്പോൾ എഗെയിൻ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ ഞാൻ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തൊക്കെ പോയി നമ്മുടെ എക്സ്പീരിയൻസ് എടുക്കാനും അതേപോലെ തന്നെ അവിടെ എല്ലാം പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് എല്ലാ സ്ഥലവും കാണാൻ വേണ്ടിയിട്ടും ഒക്കെ പ്ലാൻ ചെയ്യുന്നു. അതേപോലെ ഞാൻ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യാനും എല്ലാം അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും കൂടുതൽ അയർലൻഡിലെ വിശേഷങ്ങളും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി മീറ്റ് ചെയ്യാം. പിന്നെ ഇവിടെയുള്ളവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, ഹിഡൻ സ്പോട്ടുകളുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒരുവിധം എത്തിപ്പെടാൻ പറ്റും. നമുക്ക് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും അവിടെ എല്ലാം കണ്ട് ആസ്വദിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ അത് ഈ ചാനലിലൂടെ കൂടുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ ഇനി ഫോളോ ചെയ്യുക. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. മൈൻഡ് കൊണ്ടും ഫിസിക്കലി മെൻ്റലി സ്പിരിച്വലി എല്ലാം അവിടെ റെഡി ആകുവാണ്. താഴോട്ട് ചാടാനുള്ള പ്ലാൻ ഉണ്ടോ ചെന്നൈ? ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാ സാധനവും അവളുടെ കൊട വടി തൊപ്പി എല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു എൻ്റെ വീഡിയോ എടുത്തോണം. അവൾക്ക് മുമ്പ് 10-14 പേരുണ്ട്, എന്നാലും അതിന് മുന്നേ അവൾ റെഡിയായി സെറ്റപ്പായി. ഇത് നോക്ക്, ഇതിലെ അകട്ടെ വെള്ളം ഒഴുകി ആ ഓവ് വഴി പോയി നേരെ താഴോട്ടി വീഴും. ഭയങ്കര അടുത്ത ഷെറിൻ്റെ കൂടാണ്. ഷെറിൻ പോവുകയാണ്. ഓ യാ, കൈവേദന എടുക്കുന്നു. എനിക്ക് കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ കിട്ടാനുള്ള കൂപ്പണാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ ഫോട്ടോ എൻ്റെ എടുത്തിട്ടുണ്ട്. താഴെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും കൈവേദന എടുക്കുന്നു, പിന്നെ ശ്വാസവും മുട്ടുന്നു. പണ്ടാരം ഗൈസ്, അതായിരുന്നു കയറി വരുന്ന വഴി. അതിൽ കയറി ഇവിടെ ഒരു ലോങ് ക്യൂ ഇവിടെയും നിന്ന് ആ പോയിന്റിലാണ് നമ്മൾ കിസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ താഴോട്ട് നമ്മുടെ കൊട്ടാരമാണ്. എന്നാൽ നമുക്ക് താഴോട്ട് പോകാം.